നമസ്കാരം പ്രിയമുള്ളവരെ, നോക്കിയേ, ഒരു കൃഷിയിടം ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ കൃഷിയിടം വെറുതെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന തരിശായി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരു പച്ചക്കറി കൃഷി ചെയ്ത് നമുക്ക് വേണ്ട വിഭവങ്ങൾ, അതായത് പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ കഴിക്കാം. കൂടുതൽ പാടൊന്നുമില്ല. രാവിലെ ഒരു അരമണിക്കൂർ, വൈകിട്ട് ഒരു അരമണിക്കൂർ ഓഫീസ് വിട്ട് കഴിഞ്ഞ് എന്ന് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലുള്ള അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ കൃഷി ചെയ്യാം. കണ്ടോ, മുളക്, ഇതിനകത്ത് കണ്ടില്ലേ മുളക് കിടക്കുന്ന മുളകിൻ്റെ കൃഷി. വീട്ടിലോട്ട് വേണ്ട പച്ചമുളക് വീട്ടിൽ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെയിലി ഫ്രഷായിട്ട് അതിൽ നിന്ന് തന്നെ പിച്ചിയിട്ട് ഉപയോഗിക്കാം. പിന്നെ കൂടാതെ തന്നെ തക്കാളി ഇതാ നല്ല രീതിയിൽ തക്കാളികൾ ചെയ്യാം. അതുപോലെ വഴുതന, വെണ്ട, പിന്നെ അത്യാവശ്യം വേണ്ട പിന്നെ പയർ, തക്കാളി, വെണ്ട, വഴുതന, പിന്നെ പച്ചമുളക്, വേണ്ടതെല്ലാം നമുക്ക് തന്നെ കൃഷി എടുക്കാം. ചെറിയ രീതിയിൽ നമുക്ക് നീമോറൽ ഗാർലിക് എമൽഷൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. സോപ്പ് സ്പ്രേ, പിന്നെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ചാരം, പിന്നെ കുറച്ച് ചാണകപ്പൊടി, അങ്ങനെ പിന്നെ കുറച്ച് എല്ലുപൊടി, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് സുഖമായിട്ടൊരു വീട്ടിൽ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് അത് എന്തുമാത്രം ഉപകാരപ്രദമാവുമെന്നറിയുമോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃഷി പ്രോത്സാഹിപ്പിക്കണം. അതുമാത്രമല്ല, വരും തലമുറയ്ക്ക് നമുക്ക് കൃഷിയുടെ ആവശ്യകതയെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നീട് അടുക്കളത്തോട്ടം എല്ലാം പണ്ടൊക്കെയെന്ന് വെച്ചാൽ ചില വീടുകളിലൊക്കെ ഒരു അടുക്കളത്തോട്ടം ഉണ്ട്. വീട്ടിൽ വേണ്ട കറിവേപ്പ്, പച്ചമുളക്, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പിടിക്കുന്നത്. അതുപോലെ നമ്മൾ ഓരോ വീട്ടിലും ഓരോ അടുക്കളത്തോട്ടം നിർമ്മിച്ച് വേണ്ട പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യും.